ഇന്നത്തെ എൻ്റെ സബ്ജക്റ്റ് കോൺട്രവേഴ്സി ആവോ ഭഗവാനെ? ആവണമെങ്കിൽ ആവട്ടെ. ബിഗ് ബോസ് കാണാറുണ്ടോ? ബിഗ് ബോസ് നിങ്ങൾ കാണണമെന്ന് പറയാനോ കാണരുതെന്ന് പറയാനോ ഞാൻ ആളല്ല. പക്ഷേ എൻ്റെ പേഴ്സ്പെക്റ്റീവ് അബൌട്ട് ബിഗ് ബോസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ബിഗ് ബോസ് എന്ന് പറയുന്ന ആ പ്രോഗ്രാം, കറൻ്റ്ലി നടക്കുന്ന ആ പ്രോഗ്രാം കണ്ടതുകൊണ്ട് നമുക്ക് ഒരു പ്രയോജനവുമില്ല. ദിസ് ഈസ് വാട്ട് ഐ ആം ഗോയിങ് ടു ടെൽ യു. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക, നമുക്കൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്കൊരു ടേക്ക് അവേ കിട്ടുന്നുണ്ടോ? നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും സമയം അതിൽ വേണ്ടി ചിലവഴിക്കുന്നത്? യു ഷുഡ് ഗെറ്റ് സംതിങ് ഔട്ട് ഓഫ് ഇറ്റ്, അല്ലേ? നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന, ഒരു മാതൃകയാക്കാൻ പറ്റുന്ന ഒരാൾ വേണം അതിനകത്ത്. അല്ലെങ്കിൽ ദർ ഷുഡ് ബി സം കൈൻഡ് ഓഫ് ഒരു അച്ചീവ്മെൻറ്റ് ഉണ്ടായിട്ടുള്ള ആൾക്കാർ വേണം അതിനകത്ത്. ഇത് അവിടെ വന്നിരിക്കുന്ന ആൾക്കാരിൽ നിന്നും പഠിക്കാൻ എന്തെങ്കിലും നന്മയുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ, എൻ്റെ ഈ പ്രോഗ്രാം ആണെങ്കിലും നിങ്ങൾ കാണാൻ പാടുള്ളൂ. നിങ്ങൾക്ക് ഇതിൽ നിന്നും എന്തെങ്കിലും ടേക്ക് അവേ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ 20-30 മിനിറ്റ് മാക്സിമം ഞാനൊക്കെ ഇതിനകത്ത് സ്പെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഉപകാരം ഉണ്ടെങ്കിൽ മാത്രം കാണുക. കാരണം ടൈം വിലപ്പെട്ടതാണ്, സമയം വിലപ്പെട്ടതാണ്. നമ്മുടെ തലച്ചോറിനകത്തുള്ള എന്താ പറയുക, സ്റ്റോറേജ് കപ്പാസിറ്റിയും നമ്മൾ ആവശ്യമില്ലാണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ എടുക്കരുത്. കാരണം എന്താണെന്നറിയോ, പിന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാൻ പോലും, അല്ലെങ്കിൽ ചിപ്പെല്ലാം നിറഞ്ഞിരിക്കും, അല്ലേ? നമ്മൾ കണ്ടിട്ടില്ലേ നമ്മുടെ ഐഫോണിലും, അല്ലെ ഐഫോണല്ല, നമ്മുടെ സ്മാർട്ട് ഫോൺസിൽ സ്റ്റോറേജ് ഫുൾ എന്ന് വരുന്നത്. അങ്ങനെ സ്റ്റോറേജ് ഫുൾ, നമ്മുടെ കമ്പ്യൂട്ടറാണ് ഈ ബ്രെയിൻ. അങ്ങനെ സ്റ്റോറേജ് ഫുള്ളാക്കേണ്ട കാര്യമുണ്ടോ ഇങ്ങനത്തെ അത്ര നല്ലതല്ലാത്ത ഒരു എൻ്റർടൈൻമെൻറ്റ് കാര്യത്തിന് വേണ്ടിയിട്ട്? യെസ്, നമ്മൾ പല കാര്യങ്ങളും സിനിമ കാണാൻ പോവാറുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പോഡ്കാസ്റ്റുകൾ കേൾക്കുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ നമുക്കൊരു ടേക്ക് അവേ ഉണ്ട്. ഡെഫിനറ്റ്ലി സിനിമയിലും ഉണ്ട്, ഇല്ലാന്നില്ലല്ലോ. സിനിമയിൽ ആളുകൾ അഭിനയം ഉണ്ട്, അഭിനയ പാഠവും ഉണ്ട്, അവർക്ക് അതൊക്കെ ഉണ്ട്. ഇതിലെന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത്? ഐ ഡോണ്ട് തിങ്ക് അത് ഒരു നല്ല പ്രവണതയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പിന്നെ കാണുന്നവർ, അവരോട് എനിക്ക് പറയാൻ പറ്റില്ല, നിങ്ങൾ നിർത്തു, കാണരുത്, അയ്യോ ഇത് കൊള്ളില്ല, അങ്ങനെ ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് എൻ്റെ അവലോകനമാണ്, ബിഗ് ബോസിനെ പറ്റിയിട്ടുള്ള എൻ്റെ അവലോകനമാണ്. അതിൽ കിടന്ന് കുറേ ഒച്ചയെടുക്കുക, കുറേ ഷൗട്ട് ചെയ്യുക. പിന്നെ എന്താ, ബിഗ് ബോസിലേക്ക് എത്തിപ്പെട്ട ആ ആളുകൾക്ക് കുറച്ച് ഫിനാൻഷ്യൽ നേട്ടം ഉണ്ടാക്കും. പിന്നെ ഇതിൻ്റെ പിന്നിൽ ഉള്ളൊരു മനഃശാസ്ത്രം വായിച്ചറിയുന്നതാണ് വോയറിസം എന്ന് പറയും. നിങ്ങളൊന്ന് നോക്കൂ അതിനെ പറ്റിയിട്ട്. എത്തിനോട്ടം, മറ്റുള്ളവരുടെ വീടിൻ്റെ ജനൽ തുറന്നിടുക, അല്ലെങ്കിൽ തുറന്നിടുമ്പോൾ അതിലൂടെ ഒന്ന് എത്തി നോക്കാനുള്ള പ്രവണത, ഇത് മലയാളീസിന് സഹജമാണ് കേട്ടോ. സോറി, ഇന്ത്യൻസിനെ സഹജമാണെന്ന് വെച്ചോളൂ. എല്ലാവർക്കും ഉണ്ടായിരിക്കും. ബിഗ് ബോസ് പല രാജ്യത്തും ഉണ്ടായിരുന്ന കാര്യങ്ങളല്ലേ അതൊക്കെ. അപ്പോൾ ഐ തിങ്ക് ഇതൊരു മനുഷ്യരിലുള്ള ഒരു വാസനയാണെന്ന് തോന്നുന്നു, ഒരു മൃഗീയ വാസന, അല്ലേ? അത്ര നല്ലതല്ലാത്തൊരു വാസനയാണ് മറ്റുള്ളവരുടെ വീട്ടിലേക്കുള്ള പാളിനോട്ടം. അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ വോയറിസം എന്ന് പറയും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടേക്ക് അവേ വേർഡാണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, വോയറിസം. അപ്പോൾ ഈ വോയറിസത്തിനെ എന്നുള്ള ഈ സൈക്കോളജിയെ കാശാക്കി മാറ്റുകയാണ് ചാനലുകാർ. അവർക്ക് അവരുടെ ബിസിനസ് നടത്തണം. ഓഫ് കോഴ്സ്, അവരെ ഞാനൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അവർക്ക് അവരുടെ ബിസിനസ് നടത്തണം. ലാലേട്ടൻ എന്ന് പറയുന്ന ആങ്കറിന്, അല്ലെങ്കിൽ മറ്റവിടെ കമലഹാസനായിരുന്നില്ലേ ആങ്കറിനൊക്കെ, അവർക്ക് അവരുടെ ബിസിനസ് ആണിത്. അവരുടെ ആർട്ട് വഴി അവർക്ക് കിട്ടിയ ഒരു പ്ലാറ്റ്ഫോമാണിത്. അപ്പോൾ അവർക്ക് കോടികൾ, അവർക്ക് പൈസ ഉണ്ടാക്കാനുള്ളത് അവർ ചെയ്യുന്നു. അതിന് ലാലേട്ടൻ എന്നാൽ പിന്നെ എന്തിനാ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്? അങ്ങനെയൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. അത് അവരുടെ ജോലി, ലാലേട്ടൻ്റെ ജോലിയാണ് ലാലേട്ടൻ ചെയ്യുന്നത്, മോഹൻലാൽ ചെയ്യുന്നത് എന്ന് വെച്ച് നമ്മളത് കുത്തിയിരുന്ന് കാണണമോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് തോന്നുകയാണ് അത് നമുക്ക് നല്ലതല്ല, നമ്മളത് കണ്ടാൽ നമുക്ക് നന്മയല്ല വരാൻ പോകുന്നതെന്ന് കാണുമ്പോൾ, വൈ ആർ യു സ്പെൻഡിങ് യുവർ ടൈം, അല്ലേ? നമ്മുടെ സമയം എന്തിനാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്? അല്ലെങ്കിൽ കളയുന്നത്, നശിപ്പിച്ച് കളയുകയാണ് സമയത്തിന്. ആ സമയം കൊണ്ട് ഒരു 10 പേജ് വായിക്കുക, അല്ലെങ്കിൽ നല്ല പാട്ട് കേൾക്കാം. പാട്ടുകളും ഒക്കെ ഇതൊക്കെ തന്നെയല്ലേ, ആർട്ട് ഫോം അല്ലേ അതും. ഇതിനകത്ത് അവരെന്താണ് കാണിച്ചു കൂട്ടുന്നത്? അവർ നിങ്ങളെ പ്രചോദിപ്പിക്കുന്നുണ്ടോ? ഒരു കാര്യത്തിൽ നിങ്ങളെ പ്രചോദിപ്പിക്കുന്നുണ്ടാകാം. നമുക്കും അതിനകത്തൊന്ന് ചെന്ന് ഇങ്ങനെയൊക്കെ കിടന്ന് കാണിച്ചാൽ മതി, മാസം ഒരു നല്ല തുക
ബാങ്കിൽ വന്ന് വീഴും എന്ന് ധരിക്കുന്നവരുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. മാസം 15 ലക്ഷമൊക്കെ കിട്ടുന്ന ആളുകൾ ഉണ്ടെന്നാണ് പറയണത്. തീർന്നു വരുമ്പോഴേക്കും 50 ലക്ഷം എപ്പാർട്ട് ഫ്രം ദി പ്രൈസ് മണി ദേ വിൽ ഗെറ്റ്. അതായത് ഒരു ദിവസം 50,000 രൂപയൊക്കെ കിട്ടുന്ന ആർട്ടിസ്റ്റ് അല്ല, ഈ കോപ്രായം കാണിക്കുന്നവരൊക്കെ അതിലുണ്ടെന്ന്. എനിക്ക് പേടിയൊന്നുമില്ല കേട്ടോ, എനിക്ക് ഒട്ടും പേടിയില്ല അതിനെ ഒരു കോപ്രായം എന്ന് വിളിക്കാനായിട്ട്. അതിന് ഒരു ഐ ഡോണ്ട് നോ വൈ, എനിക്ക് എന്തോ അതിനകത്തൊരു നന്മ അതിൽ കാണുന്നില്ല എനിക്ക്. നിങ്ങളിപ്പോൾ അതിൽ അയ്യോ ചേച്ചി ഇത് പലരും ജീവിക്കുന്നതല്ലേ, ജീവിക്കാൻ വഴിയുള്ളവരൊക്കെ ഒരു പ്ലാറ്റ്ഫോം അല്ലേ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് ഹാവ് ആൻസർ. ബട്ട് വിൽ യു വാച്ച് ബിഗ് ബോസ് എന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടിട്ടുണ്ട് പണ്ട് പേളി മാണിയുടെ ഇതൊക്കെ. അത് തന്നെയും അതിൽ പിന്നെ കുറേ പാട്ടുകളും അതും ആ ശ്രീനീഷിൻ്റെയൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി തുടങ്ങി ഇത് അത്ര ഈ നല്ലതല്ല എന്നെനിക്ക് തോന്നി തുടങ്ങി. നെക്സ്റ്റ് ആദ്യത്തെ സീസൺ മുതൽ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനന്ന് കണ്ടിരുന്നു. ഇപ്പോഴത്തെ ഈ നമ്മൾ യൂട്യൂബ് തുറക്കുമ്പോൾ ഇങ്ങനെ വരുമല്ലോ ഓരോരുത്തരുടെ പേര് വന്നിട്ട് ഇവരങ്ങനെ ഇങ്ങനെ, അയ്യോ ഇറ്റ് ഈസ് സോ എന്താ പറയുക, നമുക്ക് ദേഷ്യം തോന്നുന്ന രീതിയിലുള്ള തംബ്നെയിൽസൊക്കെ ഇട്ടിട്ട് നമ്മളതിൽ പോയി നോക്കിയാൽ നമുക്ക് ഓടിപ്പോവും. കിടന്ന് കാറുകയാണ് എല്ലാവരും. ഇന്നവരുന്നില്ല, എനിക്ക് അവരുടെ പേര് പോലും അറിഞ്ഞുകൂടാ, അതിനകത്തുള്ള ആരൊക്കെയാണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. പക്ഷെ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഒരു വൈകൃതമാണ് നമുക്ക് തോന്നുന്നത്. പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് കിട്ടിയൊരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് അവർ ചെയ്യുന്നതായിരിക്കും. ബട്ട് സ്റ്റിൽ എന്നോട് ബിഗ് ബോസിൻ്റെ അഭിപ്രായം എന്താണെന്ന് ചിലർ ചോദിച്ചപ്പോൾ എൻ്റെ അഭിപ്രായം ഇതാണ്. പിന്നെ ബിഗ് ബോസിലേക്ക് അതേസമയം നല്ല നല്ല മെസ്സേജസ് കൊടുക്കുന്ന ആളുകളെയൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നന്നായിരുന്നിരിക്കും. അല്ലാതെ ഓരോരുത്തർ വന്നിട്ട് അവർക്ക് അവിടെ എത്ര ദിവസം നിന്ന് പറ്റാൻ പറ്റും എന്നുള്ളതാണ് അവർ നോക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നു. കാരണം അല്ലാതെ കണ്ട് അതിനകത്ത് ഒരു കാര്യമില്ല. ഈ വൈറസത്തിനെ പറ്റി പറയുമ്പോഴേ എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ആസ് എ ഹ്യൂമൻ ബീയിങ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ചില വൈറസും ഞാൻ പറയട്ടെ. ഞാൻ അതായത് എത്തിനോട്ടം എന്നുള്ള അർത്ഥമാണ് കേട്ടോ, മറ്റേ അഴുക്ക് കണ്ട് രസിക്കുന്ന വൈറസം അല്ല ഞാൻ പറയുന്നത്. ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് മനുഷ്യനിലുണ്ടെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ഒരു കാര്യം, അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള ഒരു കാര്യമാണ്. ഞാൻ ഈ മൈലാപ്പൂർ അമ്പലത്തിൽ പോകും. അവിടെ ഒരു വലിയ അമ്പലമുണ്ട്, മദ്രാസ് അറിയുന്നവർക്ക് അറിയാം, കപാലീശ്വരർ ടെമ്പിൾ. അവിടെ മൈലാപ്പൂർ എന്നുള്ള പേര് വന്നത് തന്നെ പാർവതി ദേവി അവിടെ മയിലിൻ്റെ രൂപത്തിൽ വന്ന് ഇരുന്നിരുന്നു, ശ്രീ പരമേശ്വരനോട് പിണക്കം കൂടിയിട്ടെന്നൊക്കെ ഒരു ഐതിഹ്യം കഥയുണ്ട്. അതുകൊണ്ടാണ് മയിലിൻ്റെ വിഹാര കേന്ദ്രം എന്നുള്ള രീതിയിൽ മൈലാപ്പൂർ എന്ന് പേര് വന്നതെന്ന് പറയപ്പെടുന്നു. ഇവിടെ ഈ കപാലീശ്വർ കോവിലിൽ കാട്ടാളൻ്റെയും കാട്ടാളത്തിയുടെയൊക്കെ വേഷത്തിലാണ് അതിൽ ഒരു ഇതുണ്ട്, അതിനകത്ത് അങ്ങനെയും ഒരു കഥയുണ്ട് കേട്ടോ. പരമശിവൻ പാർവതി ദേവി അന്വേഷിച്ച് വരുന്നതും അങ്ങനെ കുറേ കഥകൾ അതിനകത്തുണ്ട്. അപ്പം ആ സ്ഥലത്ത് ഒരു നല്ല കോവിലുണ്ട്. അവിടെ പോയി വലിയൊരു ഇത് മൈലാപ്പൂർ പറയണത് ചെന്നൈയുടെ ഹാർട്ട് ഓഫ് ദി സിറ്റിയാണ്. ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ സീനിയർ ലോയറിൻ്റെ ഓഫീസും മൈലാപ്പൂരിലായിരുന്നു. സോ അവിടെ ഞാൻ ഈ അമ്പലത്തിലേക്ക് പോകുമ്പോഴേ ഞാൻ നടന്നു പോകും കേട്ടോ. അവിടെ ചില വഴികളിലേക്ക് കാറൊന്നും പോവില്ല, ചിലതിലേക്ക് ഓട്ടോയെ പോകില്ല, ചിലതിൽ നടന്നേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ നടക്കുമ്പോൾ ആ അഗ്രഹാരത്തിൻ്റെ ഉള്ളിലേക്ക് ഞാനിങ്ങനെ നോക്കാറുണ്ട്. ഉള്ളിലേക്ക് ഇങ്ങനെ ഇത് തുറന്നിങ്ങനെ ഇട്ടിട്ടുണ്ടാവും. ആദ്യത്തെ വാതിൽ തുറക്കുമ്പോൾ തന്നെ അവരുടെ റൂംസ് ഒന്നുമല്ല, തുറക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലം, പിന്നെ ഒരു നടുമുറ്റം, അവിടെ തന്നെയാണ് അവർ കിണറുണ്ടാവുക. ആ കിണറിൽ നിന്ന് സ്ത്രീകൾ വെള്ളം കോരുണ്ടാവും, മടിസാറൊക്കെ കെട്ടിയിട്ട് മാമിമാർ കേട്ടോ. മടിസാർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. അപ്പം അത് കാണാൻ വേണ്ടി ഞാനിങ്ങനെ ഈഗറായിട്ട് നോക്കാറുണ്ട്. അപ്പോൾ അവർ തലയിൽ ഇങ്ങനെ കുളിച്ചിട്ട് കെട്ടിയിട്ടുണ്ടാവും. ചിലർ അവിടെ ഇരുന്ന് തുണി കഴുകുന്നുണ്ടാവും. അവിടെ ഒരു തുളസിത്തറയുണ്ടാകും. പണ്ട് അവരുടെ പിതാമഹന്മാർ കെട്ടിയ വീടായിരിക്കണം കേട്ടോ. അത് ഒരുപാട് എന്താ പറയുക, ഭംഗി അല്ല, അതിനകത്തേക്ക് നമുക്കൊരു ഈഗർനെസ് തോന്നും. ഒരു ചൈതന്യമുണ്ട് അവിടെ, ഭംഗിയല്ല, എന്താ ഇതിന് പറയണേ, ആ ഒരു പഴമയുടെ ചൈതന്യം എന്നൊക്കെ പറയില്ലേ, നമ്മളെ പഴയകാല സ്മരണകളിലേക്ക് കൊണ്ടുപോകത്തില്ലേ, അങ്ങനെ ഒരു അകത്തളമായിരിക്കും അത്. അപ്പം ഞാനിങ്ങനെ പാളി നോക്കാറുണ്ട്. അപ്പം ഈ പാളി നോട്ടം അത് തുറന്നിട്ട് വരൂ കുട്ടി വന്ന് കണ്ടിട്ട് പോകുമെന്ന് പറഞ്ഞാൽ ഞാൻ കയറി എല്ലാ റൂംസും കാണും. അത് അവരുടെ വീടാണ്, ആരും അങ്ങനെ പറയില്ലല്ലോ. പിന്നെ അവർ ബ്രാഹ്മിൻസ് ആണ്, അവർക്ക് ഇങ്ങനത്തെ തൊട്ടുകൂടായ്മയൊക്കെ ഉള്ളവരുണ്ട്. അവർ മടിയോടെയാണ് പാചകം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ കുളിച്ചിട്ട് മടിസാറ് ഇങ്ങനെ ചുറ്റിയിട്ട് അവർക്ക് എന്തൊക്കെയോ ഉണ്ട്. അവർ ഇപ്പോഴും കുളിച്ച് അങ്ങനെ ചെയ്യുന്ന ആളുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. അത് അവരുടെ ആചാരം, അതിനെ ഞാനൊന്നും പറയുന്നതല്ല. ഞാൻ എൻ്റെ ആ ഒരു ത്വര ഉണ്ടല്ലോ, മലയാളി എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു ത്വര മറ്റുള്ളവരുടെ വീടിനുള്ളിലേക്ക് അത് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയണം. അപ്പം ഇന്ന് വേറൊരു ആള് രണ്ടുപേര് തമ്മിലിരുന്ന് സംസാരിക്കുന്നത് കേൾക്കാൻ നമുക്ക് കിട്ടുന്ന അവസരം നമ്മൾ മുതലാക്കൂലേ? എന്താണ് അവരാ പറയുന്നത്, എന്താണ് ഈഗർലി കേൾക്കും അല്ലേ? ചില ആളുകൾ
ഒരു ഒരു ഈ വണ്ടിയൊക്കെ ഓടിക്കുമ്പോഴേ എങ്ങനെയാണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു ശ്രദ്ധയൊക്കെ വരും. ഇങ്ങനെ എന്താണ് ഈ പാസഞ്ചേഴ്സ് പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ശ്രദ്ധിക്കുന്ന കാണാം. ഈവൻ ബസ്സിലാണെങ്കിലും അതെ, ടാക്സി യൂബറൊക്കെ ആണെങ്കിലും അതെ, അവർക്കിങ്ങനെ നമ്മൾ പുറകിലിരുന്ന് പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ ഒരു ആഗ്രഹം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ തരത്തിലുള്ള ആഗ്രഹങ്ങൾ നല്ലതല്ല. അതായത് ആ വണ്ടി ഓടിക്കുന്നവൻ വണ്ടി ഓടിക്കുന്നതിലായിരിക്കണം ശ്രദ്ധ. പുറകിലിരിക്കുന്ന പാസഞ്ചർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ചെയ്യാൻ പാടില്ല. ഇതിൻ്റെ അടുത്ത ഒരു ഘട്ടം കൂടിയുണ്ട്. പുറകിലിരിക്കുന്ന പാസഞ്ചർ തനിയാണെങ്കിൽ, ഒരു സ്ത്രീയാണെങ്കിൽ, ഈ ഊബർ ഡ്രൈവറൊക്കെ നല്ലവനല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഈയിടയ്ക്ക് ഒരു റീല് കണ്ടതാണ്. ഒരു സ്ത്രീ ഡൽഹിയിൽ പോയപ്പോൾ ഊബർ ബുക്ക് ചെയ്തു. ആദ്യം ഏതോ വേറെ ഒരു ആപ്പ് ബുക്ക് ചെയ്തു അവർ. അതിനകത്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കുട്ടി കയറി കഴിഞ്ഞപ്പോൾ ഇയാൾ എന്തോ ഉച്ചത്തിൽ വെക്കുകയോ ചെവിയിൽ ഇത് വെച്ചിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ കുട്ടി പറഞ്ഞു, ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ ശ്രദ്ധിച്ചുകൂടെ, എത്ര ട്രാഫിക്കാന്ന് വെച്ചപ്പോൾ ഞാൻ തീരുമാനിക്കുക എങ്ങനെ ഞാൻ ഓടിക്കണം എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി എന്ത് ചെയ്തു, ഇത് മാറ്റി വിട്ടിട്ട് ആ സ്ഥലത്ത് തന്നെ ഇറങ്ങിയിട്ട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് അവനെ വിട്ടു. അടുത്ത ഊബർ വിളിച്ചപ്പോൾ ഊബറിൽ കയറിയിരുന്ന് പതുക്കെ ഒന്ന് ഉറങ്ങിപ്പോയി കഴിഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ എണീറ്റപ്പോൾ എന്താ കാണണമെന്നറിയോ, ഇയാൾ ഈ ഫോൺ മുമ്പിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നീക്കി വെച്ചിട്ട് റെക്കോർഡ് ചെയ്യണം ആ കുട്ടി ഉറങ്ങുന്നത്. അതെന്തിനാണ് അങ്ങനെ ഉറങ്ങുന്നത് റെക്കോർഡ് ചെയ്തതെന്ന് മനസ്സിലായില്ല. കുറിച്ച് ചാടി എഴുന്നിട്ടിട്ട് ഈ പെട്ടെന്ന് അയാളോട് പക്ഷെ കോൺഫറൻറ്റ് ചെയ്തില്ല. ഇത് രണ്ടാമത്തെ കാറല്ലേ, ഇത് വേഗം തന്നെ ഇതിൻ്റെ സിസ്റ്ററിന് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, നോക്കൂ ഇയാൾ എന്നെ റെക്കോർഡ് ചെയ്യുന്നു, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പം സിസ്റ്റർ പറഞ്ഞു, അടുത്ത ഇതിൽ തന്നെ നീ എന്തെങ്കിലും ഒരു നുണ പറഞ്ഞിട്ട് ഇറങ്ങിക്കോ എന്ന് പെട്ടെന്ന് ഓർത്ത പോലെ പറയാൻ പറഞ്ഞു. ഭയ്യ ഞാൻ പൂരാ പൈസ തന്നേക്കാം, എനിക്ക് ഫോൺ വന്നു, എൻ്റെ കസിൻ അവിടെ അടുത്ത ഇതിൽ പെട്രോൾ ബങ്കിൻ്റെ അപ്പുറത്ത് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, എനിക്കൊരു പാഴ്സലൊക്കെ എടുക്കാനുണ്ട്, അപ്പം ഞാൻ അയാളുടെ കൂടെ പോവും, അവിടെ ഇറക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് എത്ര രൂപയാണ് ഇതിനകത്ത് കാണിച്ചത് അത് കൊടുത്തിട്ട് ഈ കുട്ടി അതിനകത്ത് നിന്ന് ഇറങ്ങി. ഇവൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ആർക്കറിയാം, ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ. അതുകൊണ്ട് നമ്മൾ ജാഗരൂകരായിരിക്കണം. എല്ലായിടത്തും കടന്നു കയറ്റാണ്. അപ്പോൾ ഈ ബിഗ് ബോസ് എന്നൊക്കെ പറയുന്ന പരിപാടികൾ പിന്നെയും നമ്മുടെ ഈ വയേഴ്സ് ഉണ്ടല്ലോ, ഈ മനസ്സുണ്ടല്ലോ, അതിനെ അങ്ങനെ ആക്കുകയാണ്. മറ്റുള്ളവരുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം നമ്മളിൽ ഉളവാക്കുകയാണ്. ഇത് ഒട്ടും നല്ല പ്രവണതയല്ല. നമുക്ക് എന്തിനാണ് ഇപ്പോൾ മറ്റുള്ളവരുടെ വീട്ടിലെ കാര്യങ്ങൾ അറിഞ്ഞിട്ടെന്നല്ലേ എല്ലാ സൈക്കോളജിസ്റ്റുകളും അല്ലെങ്കിൽ യൂട്യൂബിലും ഒക്കെ ഇരുന്ന് എന്നെ പോലുള്ളവരൊക്കെ പറയുന്നത്, യു ഷുഡ് നോട്ട് ബി ബോതേഡ് അബൌട്ട് അതേഴ്സ് എന്നല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഇങ്ങനെ തുറന്നിട്ട് കഴിഞ്ഞാൽ ഏത് മനുഷ്യനും, ഒരു ശരാശരി മനുഷ്യൻ അതിനകത്തേക്ക് പാളി നോക്കും അല്ലേ. നമുക്ക് ഈ രഹസ്യങ്ങൾ കേൾക്കാനുള്ള ഇഷ്ടം ഉള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോംസൊക്കെ ഉണ്ടായേക്കുന്നത് അല്ലേ. പിന്നെ ഈ പ്രോക്സിമിറ്റിയുടെ കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ കേട്ടോ. അവിടെ ഉള്ളവർക്ക് ഇപ്പോൾ അത് പ്രോക്സിമിറ്റി ഒന്നും കുഴപ്പമില്ലായിരിക്കും. ആണും പെണ്ണും കൂടെ ഒന്നിച്ച് കഴിയുന്നതിൻ്റെ ഒരു പ്രശ്നങ്ങളും ഒക്കെ അവിടെ ഉണ്ടാകും. എല്ലാവരും ചെറുപ്പക്കാരല്ലേ, ഇവരെന്താ സന്യാസിമാരാണോ? അല്ലല്ലോ. അപ്പോൾ അതെല്ലാം സൂക്ഷിക്കണം. അതൊക്കെയാണ് അതിൻ്റെ ആ പ്ലാറ്റ്ഫോമിൻ്റെ ഇത് കൺട്രോൾ ചെയ്യാൻ പഠിക്കണം എന്നൊക്കെ ആയിരിക്കും. എനിക്കറിഞ്ഞൂടാ അത് എത്രത്തോളം നല്ലതായിരിക്കും എന്നും എനിക്ക് അറിഞ്ഞൂടാ. അതിൽ പോയവരോട് ചോദിച്ചാലേ അറിയുള്ളൂ. ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ പുറത്തൊരു കാഴ്ചക്കാരിയായിട്ടിരുന്ന് നോക്കുമ്പോൾ, ഒരു സാമൂഹിക നിരീക്ഷക എന്നുള്ളതിൽ നോക്കുമ്പോൾ എനിക്കതൊട്ടും നല്ല ഒരു പ്ലാറ്റ്ഫോം ആണെന്ന് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ കാണുന്നവരൊക്കെ കണ്ടോളൂ, ഇഫ് യു ക്യാൻ. അത് നിങ്ങളെ ബാധിക്കുന്നതല്ല, വെറുതെ സമയം പാസ്സാണെന്ന് വെച്ച് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ കണ്ടോളൂ. എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഈ പറയുന്നതെല്ലാം. ഇതിനകത്ത് പറയുന്നതെല്ലാം എൻ്റെ മാത്രം അഭിപ്രായമാണ്. ചിലപ്പോൾ അതിൽ നിങ്ങൾ പലരും പറയാറുണ്ട്, ചേച്ചി പറയുന്ന കേൾക്കാൻ ഇഷ്ടമാണ്, പക്ഷെ ചേച്ചിയോട് വിയോജിപ്പുണ്ട് ചില കാര്യങ്ങളിൽ നിന്ന്. അതാണല്ലോ വേണ്ടത്. വിയോജിപ്പില്ലാതെ എല്ലാം തലയാട്ടി സമ്മതിക്കുന്ന തലയാട്ടും ബൊമ്മയാവരുതല്ലേ. നമ്മൾ എപ്പോഴും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന ഒരാളെ ആട്ടി വിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും, നിർത്തിയാൽ നിൽക്കും. അതെന്താണ് ജീവിതം? യു ഷുഡ് റെസ്പോണ്ട്. ഇപ്പോൾ ഈ ബിഗ് ബോസ് വലിയ പ്ലാറ്റ്ഫോമാണ്, അത് നല്ല രസമാണ് കാണാൻ പറയുന്ന ആളുകളുണ്ടാകും. അവർക്ക് അവരുടേതായ വീക്ഷണമാണ്. എനിക്ക് എൻ്റെ വീക്ഷണം ഇതാണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ ഈ പറഞ്ഞ ഈ ഊബറിൻ്റെ കാര്യമൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഏതൊരു സിറ്റിയിൽ പോയാലും യെസ് ഇത് കൺവീനിയൻ്റ് ആണ്, എന്നാലും നട്ടപ്പാതിരിക്കൊന്നും ഊബർ വിളിച്ച് നിങ്ങൾ പോവരുത്, സേഫ് ആണെന്നോർത്ത്. അയാൾ അവിടെ എങ്ങനെയാണ് ട്രാക്കിംഗ് വെച്ചേക്കുന്നത്, ചിലപ്പോൾ നിർത്തിയിട്ടാലോ എന്ത് ചെയ്യും? നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലല്ലോ. പല അതും വളരെ വലിയ മെട്രോപൊളിറ്റൻ സിറ്റീസിലൊക്കെ വളരെ റിസ്ക്കിയാണ് ഊബർ എടുത്തിട്ട്. പകല് ഇറ്റ്സ് ഓക്കെ,
രാത്രി ഒരിക്കലും ആ ഒരു ഇതിൽ പോകാൻ പാടില്ല. നിങ്ങൾ കാറിൽ കയറി കഴിഞ്ഞാൽ ഇന്ന കാർ നമ്പർ ആണെന്നുള്ളത് നിങ്ങളുടെ റിലേറ്റീവിനോ ആർക്കെങ്കിലും ആക്സസിബിൾ ആയിട്ടുള്ള ബ്രദറിനോ ഹസ്ബൻഡിനോ ആർക്കാന്ന് വെച്ചാൽ അച്ഛനോ ആ അമ്മയ്ക്കോ ആർക്കാണെന്ന് വെച്ചാൽ അത് ഷെയർ ചെയ്തിട്ട് വേണം നിങ്ങൾ അതിനകത്ത് കയറാനായിട്ട്. യു ക്യാൻ ട്രാക്ക്. കാരണം നിങ്ങളുടെ ഫോണിനെ ട്രാക്ക് ചെയ്യാൻ പറ്റുമല്ലോ അമ്മയ്ക്കും അച്ഛനും. അവരൊക്കെ അത് ഓഫ് ചെയ്തിട്ടാലും കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള നാട്ടിൽ ജീവിക്കുമ്പോൾ ഈ ബിഗ് ബോസ് പോലുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ പോയി കിടന്ന് നമ്മൾ ഉണ്ടാക്കുന്ന പണം അറിയില്ല. ആ പണം ആ മാനക്കേട് മാറ്റുമെന്നല്ലേ പറയുന്നത്. നാണം കെട്ട് പണം ഉണ്ടാക്കിയാലും മാനം കെട്ട് പണം ഉണ്ടാക്കിയാലും മാനക്കേട് ആ പണം മാറ്റിയിടും എന്നല്ലേ പറയുന്നത്. എന്ന് പറഞ്ഞ ചില ആപ്തവാക്യങ്ങളൊക്കെ പറഞ്ഞ ഇങ്ങനത്തെ പഴഞ്ചൊല്ലൊക്കെ പറഞ്ഞവർ തടി തപ്പാൻ നോക്കും അല്ലേ. നമ്മളെ കാണുന്നവരെ തന്നെ ചില സമയത്ത് ഇങ്ങനെ നമുക്ക് വികാരവിക്ഷോഭം കൊണ്ട് നമ്മളിത് എന്താണ് ഈ കാണുന്നതെന്ന് തോന്നിപ്പോകുന്നില്ലേ. അറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ അതുകൊണ്ട് രക്ഷപ്പെടുന്നവർ രക്ഷപ്പെട്ടു പോകട്ടെ. 10 പൈസ ആരും വെറുതെ തരില്ലല്ലോ ചേച്ചി എന്ന് ചിലരൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ നമ്മൾ നമ്മുടെ മൊറാലിറ്റി വിട്ട് കളിക്കാതിരുന്നാലുണ്ടല്ലോ നമുക്ക് ഇങ്ങനെ തല ഉയർത്തി ഇങ്ങനെ സിറുഡാക്കർ നമുക്ക് ജീവിക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു അനുഭവം കേട്ടോ. പല സ്ഥലങ്ങളിലും അങ്ങനെ നമ്മളോട് മോശമായിട്ട് ആരെങ്കിലും പെരുമാറാൻ വരുമ്പോൾ തിരിച്ച് 10 പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ദേഷ്യം തോന്നും. അവർ നമ്മുടെ ശത്രുവാകും. പക്ഷേ ശത്രുവായിക്കോട്ടെ, ശത്രുപക്ഷത്ത് നിന്നോട്ടെ, നമുക്ക് എന്താണ് കുഴപ്പം? ശത്രുപക്ഷത്ത് നിന്നോ നേരി നമ്മൾ എന്തെങ്കിലും നമുക്ക് നഷ്ടപ്പെടാനുണ്ടോ അങ്ങനെ പറയുമ്പോൾ? ഇല്ലല്ലോ. നമ്മളുടെ മൊറാലിറ്റി നമ്മുടെ കയ്യിലിരുന്നാൽ നാളെ നമുക്ക് അവനെ നോക്കി 2 ചീത്ത പറയാൻ പറ്റും അങ്ങനെ ചെയ്യുന്നവരുടെ അടുത്ത്. യു ഷുഡ് നോട്ട് ഫോൾ ഫോർ ഓൾ ദീസ് ഇങ്ങനത്തെ പ്രൈസസ് ഒക്കെ ചെയ്തിട്ട് വരൂലേ ആൾക്കാർ. ഓ സൂപ്പറായിട്ടുണ്ട് കേട്ടോ, മാഡത്തിനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് എന്നൊക്കെ പറഞ്ഞു വരുന്ന ആണുങ്ങളില്ലേ. ആണുങ്ങളോടാണ് കേട്ടോ അധികം എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. എന്തിനാണ് അങ്ങനെ പ്രൈസ് ചെയ്യുന്നത് ആവശ്യമില്ലാണ്ട്? നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി ഡ്രസ്സ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ കുറച്ച് സ്ത്രീകൾക്ക് അതൊരു പ്രചോദനമാകും എന്നുള്ള രീതിയിലാണ്. അല്ലാതെ ആണുങ്ങളെ കാണിക്കാൻ വേണ്ടിയൊന്നുമല്ല നമ്മൾ ഡ്രസ്സ് ചെയ്യുന്നത്. അവർക്ക് മനസ്സിലാവുന്നില്ല. അവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രസ്സ് ചെയ്യുന്നതെന്നാണ്. അവർക്കറിയാമോ എന്താണ് ഈ സാരി ബ്ലൗസിൻ്റെ പാറ്റേൺ, എന്താണ് ഇതിൻ്റെ ഭംഗി എന്നൊക്കെ ഒന്നും അറിയണ്ടാവില്ല. വളരെ ചുരുക്കം ആർട്ടിസ്റ്റുകൾക്കൊക്കെ അറിയായിരിക്കും. ബട്ട് സ്റ്റിൽ ഐ എം ടെല്ലിങ് യു, അതിലൊന്നും വീഴരുത്. അത്തരത്തിലുള്ള പ്രൈസസിലൊന്നും വീഴരുത്. അത്തരത്തിലുള്ള നിങ്ങൾ ബുദ്ധിമതിയാണെന്ന് പറഞ്ഞിട്ടുള്ള പ്രൈസസിലും വീഴരുത്. അങ്ങനെയൊക്കെ ആളുകൾ പല രീതിയിലും ശ്രമിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കുറേ ആളുകൾ ഈ ബിഗ് ബോസിലും അവിടെ ഇവിടെയൊക്കെ കാണും. അവർ ഒന്ന് തിരികൊളുത്താൻ നോക്കും, എന്തിന് തല്ലുപിടിപ്പിക്കാൻ നോക്കും. അതാണല്ലോ ആ പ്ലാറ്റ്ഫോമിൻ്റെ ഇത്. എന്തിനാണ് നമ്മൾ കുറഞ്ഞ് കൊടുക്കുന്നത്, നമ്മൾ താഴ്ന്നു കൊടുക്കുന്നത്? നമുക്ക് ജീവിക്കാൻ ഒരുപാട് വഴികൾ പുറത്തുണ്ടെങ്കിൽ അതെന്തെങ്കിലും ചെയ്യുകയായിരിക്കും നല്ലത് ഇതിനേക്കാളും എന്ന് എനിക്ക് തോന്നുന്നു. ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ, തൊഴിലുറപ്പിന് പോയിക്കൂടെ നിങ്ങൾക്കെന്ന്. ഇപ്പം തൊഴിലുറപ്പും ഇല്ലാണ്ടായി. എന്താ 2 വർഷം കൂടുമ്പോഴേ ഉള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. കാരണം മര്യാദയ്ക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഗവൺമെൻറ് ആ സ്കീം നിർത്തലാക്കുന്നു. നല്ല കാര്യമുണ്ട് ഇതിൻ്റെയൊക്കെ. ഇനി കുറച്ച് കഴിയുമ്പം ഐ തിങ്ക് ഈ ഇങ്ങനത്തെ ഷോസിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കൺട്രോൾ വരുമായിരിക്കും. അതേസമയം കോടീശ്വരൻ, നമുക്കുമാകാം കോടീശ്വരൻ, അതെന്ത് നല്ല പ്രോഗ്രാമാണല്ലേ. നമ്മൾ വായിക്കും, നമുക്കൊരു ഇഷ്ടം തോന്നും, നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന പണത്തിന് അതിൻ്റേതായ ഒരു സുഖവും ഉണ്ടാകും. ഈ കിടന്ന് വെറുതെ ഈ അലവലാതിത്തരം കാണിക്കാനും അതിനൊക്കെ പോകുന്നതിൽ നല്ലത് കോടീശ്വരൻ പോലത്തെ അതിൽ കിട്ടാൻ വെച്ചിട്ട് പണി. ഇതുപോലെ യൂട്യൂബിൽ വന്നിരുന്ന എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുന്ന ആൾക്കാരെ മുഴുവനും വിളിച്ചുകൊണ്ടുപോയി അവിടെ ഇരുത്തിയിരിക്കുകയാണ്. ഐ ഡോണ്ട് നോ. എനിക്ക് അങ്ങനെ എൻ്റെ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സ് അങ്ങനെ അവിടെ പോയാൽ പോലും ഞാൻ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യൂട്യൂബിലൂടെ വന്ന ഫ്രണ്ട്സൊക്കെ ഒരുപാട് പേരെ നമുക്കറിയാലോ. ഐ വിൽ നോട്ട് സപ്പോർട്ട്. ഞാൻ അവരുമായിട്ട് അങ്ങനത്തെ ആ രീതിയിലുള്ളൊരു ബന്ധം വേണ്ടാന്ന് വയ്ക്കും. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഇങ്ങനെ വില കുറഞ്ഞിട്ടുള്ള പെരുമാറ്റ രീതികളും ഒക്കെ അല്ലേ. പിന്നെ ചില സ്ഥലങ്ങളിൽ നമുക്ക് പറയാം, ഓ എന്നെ നിങ്ങളിപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ചിലർ പറയും. പൈസ നിങ്ങൾ തരൂല്ലല്ലോ, പോയി ജീവിക്കണ്ടേ. ഓഫ് കോഴ്സ് പണം ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് കേട്ടോ, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ആ പ്ലാറ്റ്ഫോമിൽ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു നിലവാരം കളയാതെ നിങ്ങൾക്ക് ചെയ്തുകൂടെ? നിങ്ങൾ ഔട്ടായി പോകണമെങ്കിൽ ആയിപ്പോട്ടെ. ബിക്കോസ് നിങ്ങൾ നന്നായി നിന്നതുകൊണ്ടാണ് നിങ്ങളെ പുറത്താക്കിയതെന്ന് വരട്ടെ. അല്ലാതെ ഇങ്ങനത്തെ കാണിച്ചിട്ട് ഇത്രയും പറഞ്ഞു എന്ന് മാത്രം. എല്ലാവരും കാണുന്ന, എല്ലാവരും ഇഷ്ടപ്പെടുന്ന പ്രോഗ്രാമാണെങ്കിൽ അതിനെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്ത് രക്ഷപ്പെടുന്നവരുണ്ടെങ്കിൽ ആയിക്കോട്ടെ കേട്ടോ. ദിസ് ഇസ് പെർസ്പെക്റ്റീവ് പറയാനാണ് ഞാൻ എൻ്റെ പേജ് തുറന്നു വച്ചിരിക്കുന്നത്, എൻ്റെ യൂട്യൂബ് ചാനൽ തുറന്നിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് വൈ ഐ ആം ടോക്കിംഗ് അബൌട്ട് ഇറ്റ് ഓപ്പൺലി. ബിഗ് ബോസിൽ സെലക്ഷൻ കിട്ടിയാൽ പോകുന്നവർ പോയിക്കോളൂ.
അത് ഇപ്പോൾ അവരുടെ ഇഷ്ടമല്ലേ പോണോ വേണ്ടോ എന്നുള്ളത്. പലരും വേണ്ടാന്ന് വെച്ച ആൾക്കാരെ എനിക്കറിയാം. എൻ്റെ സുഹൃത്തുക്കളിൽ തന്നെ പലരെയും വിളിച്ചിട്ടുണ്ട്. അവരൊന്നും അയ്യോ അതിനൊന്നും ഞങ്ങൾ പോവില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതാണ് അവരുടെ നിലവാരം എന്ന് പറയുന്നത്. അതൊക്കെ കീപ്പപ്പ് ചെയ്യണം. നമുക്ക് നമ്മുടെ നിലവാരത്തിൽ നിന്നും താഴോട്ട് ഇറങ്ങിപ്പോകേണ്ട സന്ദർഭങ്ങളുള്ള സ്ഥലങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യുക, അല്ലേ? അങ്ങനത്തെ ഇതിൽ പിന്നെ കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ നമ്മൾ അതിലേ പോകാവുള്ളൂ, വ്യതിചലിക്കാൻ പാടില്ല. ഇവിടെ ഒരാൾ വന്ന് നടുക്ക് നിൽക്കുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മാറിപ്പോകുന്നു പറഞ്ഞാൽ പറ്റത്തില്ല. നിങ്ങൾ നേരെ ചെന്ന് അയാളെ കോൺഫ്രണ്ട് ചെയ്യുമ്പോൾ അയാൾ മാറും വഴി. കാരണം നിങ്ങളുടെ ചങ്കൂറ്റവും നിങ്ങളുടെ ആ ഒരു സ്റ്റാൻഡും കാണുമ്പോൾ ഈ തടഞ്ഞു നിൽക്കുന്ന അത്ര നന്നല്ലാത്ത സ്വഭാവമുള്ള ആൾക്കാർ വഴി മാറും കേട്ടോ. ഞാൻ സ്ത്രീകളോട് ഒരു ഈ ബിഗ് ബോസിൻ്റെ ഇത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഹൗ യു ഹാവ് ടു കണ്ടക്ട് യുവർ സെൽഫ്. ഒരു ഹൈ വാല്യൂ വുമൺ ആയിട്ട് അല്ലെങ്കിൽ ഹൈ വാല്യൂ പേഴ്സൺ ആയിട്ട്, അധികം ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി പറയുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഹൈ വാല്യൂ പേഴ്സൺ ആയിട്ട് നമ്മൾ മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് ചില മാനദണ്ഡങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യുക തന്നെ വേണം. അതിലൊന്നാണ് മൊറാലിറ്റിയും നാക്ക് ഉപയോഗിക്കുന്ന രീതിയും. നമ്മളുടെ നാവ് ഒരിക്കലും അഴുക്ക് ഭാഷകൾ ഉപയോഗിക്കാൻ പാടില്ല. അഴുക്ക് പറയാൻ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഇതൊക്കെയാണ് ഈ ഒരു അവലോകനത്തിൽ നിന്ന് നിങ്ങൾ ടേക്ക് അവേ ആയിട്ട് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ചിയേഴ്സ്, നാളെ വരാം. ബൈ.